അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ആഗ്രഹമുണ്ടോ? ആരോടും പറയാനാവാതെ വിഷമിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കെല്ലാവർക്കും ചില വലിയ ആഗ്രഹങ്ങളുണ്ടാവൂലേ? ജോലി, പഠനം, വിവാഹം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയാമോ? എന്താണ് അത്? വേറെ മറ്റൊന്നുമല്ലല്ലേ, ദുആയാണ്, പ്രാർത്ഥന. എന്നാൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു വിശ്വാസിയുടെ ദുആ ഒരിക്കലും നഷ്ടപ്പെടില്ല. ആഗ്രഹങ്ങൾക്കായി ഒരു മുസ്ലിം ചെയ്യേണ്ട പ്രധാന അമലുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. സുബഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ ഈ 5 വക്ത് നിസ്കാരം നമ്മൾ ഖളാ ആകാതെ നിസ്കരിക്കുക. സമയമായാൽ ഉടനെ നിസ്കരിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്. ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മുടെ കാര്യം എന്താണോ അത് അല്ലാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട്, ഈ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാനാ ചിലർക്കൊന്നും മനസ്സിലാവില്ല. അതിപ്പോൾ എങ്ങനെ ദുആ ചെയ്യുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ദുആ ചെയ്യാണ്, ഇത് മനസ്സിൽ തട്ടാതെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, എൻ്റെ വലിയ ആഗ്രഹം, അല്ലാഹുവേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എന്താ ഉദാഹരണം വെക്കുക? അല്ലാഹുവേ, ഞാൻ ഒരുപാട് കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന വ്യക്തിയാണ് റബ്ബേ. അല്ലാഹുവേ, എൻ്റെ കടങ്ങളെ നീ വീട്ടിത്തരണം റഹ്മാനെ. എൻ്റെ പ്രയാസം നീ അകറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ മകന് നീ വിവാഹം ശരിയാകണേ റഹ്മാനെ. ഒരുപാട് പേര് വിവാഹം പ്രായം എത്തിയവരുണ്ട്. അവരുടെ വിവാഹം നീ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ അടുക്കള, ഇനി ഇത്രയും പണികൾ തീർക്കാനുണ്ട്, എന്നുവെച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. നമ്മളിങ്ങനെ ദുആ ചെയ്യാണ്. പക്ഷെ നമ്മളെ മനസ്സ് പോകുന്നത് തിന്നണ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറേ എന്തൊക്കെ പണികൾ എടുക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ പറ്റൂല. നമ്മൾ അല്ലാഹുവിനോട് പറയുമ്പോൾ നമ്മൾ അല്ലാഹു നമ്മളെ കാര്യം നമ്മൾ പറയണത് മാത്രം. അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ജീവിതത്തിൽ ഫലം ഉറപ്പാണ്. ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ ഫലം കിട്ടിയിരിക്കണം മക്കളെ. നിങ്ങളെന്താ ഇതൊന്നും മനസ്സിലാക്കാത്തത്? എന്നെ തളർത്താൻ കുറേ ആൾക്കാർ വന്നു കൂടും. കുറേ ആൾക്കാർ കമൻറ്റിൽ അതും ഞാനൊക്കെ സീൻ ചെയ്തു പോവുകയേ ചെയ്യുള്ളൂ. അല്ലാതെ തളരില്ല മക്കളെ, തളരില്ല. അല്ലാ, കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയും കടന്നു വന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഒരു ബാഡ് കമൻ്റായിട്ട് നമ്മളെ തളർത്താൻ നോക്കും. പിന്തിരിഞ്ഞോടാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.